സുരേഷ്, നിങ്ങൾക്ക് തെളിവുണ്ടോ? നിങ്ങൾ ഇവിടെ പറഞ്ഞ ഒരു 10ഓളം വരുന്ന നിങ്ങളിവിടെ ഒരു 10ഓളം കാര്യകാരണങ്ങൾ ഇവിടെ പലതും പറഞ്ഞു. ശിവപ്രസാദ് SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്ന് പറഞ്ഞു. ഞാനിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗ യോഗത്തിൽ ശിവപ്രസാദ് എന്ന് പറഞ്ഞ ഒരാളില്ല. തിരുവനന്തപുരത്ത് നിന്ന് അങ്ങനെ ഒരാളില്ല. സാക്ഷി സഖാവ് നാരായണൻ നായർ അറിയോ താങ്കൾക്ക്? അദ്ദേഹത്തിന്റെ അരുമ മകൻ ശിവപ്രസാദ് പറയുന്നു. എനിക്കറിയാം. ഞാൻ ഇന്ന് ഇരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരാളെ ഞങ്ങൾ അതിനു മുമ്പുള്ള സംസ്ഥാന അതിനു മുമ്പ് ഞാൻ ആ ഓഫീസിൽ എന്റെ അറിവിൽ അത്തരത്തിലൊരു കാര്യമില്ല. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടല്ല. നിങ്ങൾ എവിടുന്നാണ് ഇത് കൊണ്ടുതരുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് അത് വരുന്നതെങ്കിൽ അത് നാരായണൻ നായർ എന്നൊരു രക്തസാക്ഷി തിരുവനന്തപുരത്തുണ്ടോ CPM-ന്? അതെങ്കിലും അറിയോ? അത് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതാണോ? കൊന്നതാരാണെന്ന് അഡ്വക്കേറ്റ് എസ് സുരേഷിന് അറിയാവോ? എന്ന് ബോധ്യപ്പെട്ടാ മതി. അറിയില്ല, ശിവപ്രസാദിനെ അറിയില്ല, നാരായണൻ നായരെ അറിയില്ല, MDMയുമായിട്ട് SFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് എന്ന് സമ്മതിച്ചാൽ മതി. സാങ്കേതിക പിഴവ് തന്നെയാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ചൂണ്ടിക്കാണിച്ചാൽ ഒരു സാങ്കേതിക പ്രശ്നമാണ്. സഞ്ജീവിന് ബാധ്യതയുണ്ടല്ലോ. അങ്ങനെ ഒരാളല്ല, സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരാളല്ല എന്ന് ശ്രീ സഞ്ജീവ്. അതായത് SFI ക്യാമ്പസുകളിൽ ഉണ്ടാക്കുന്ന ഒരു പൊതുചിത്രം ഇതാണ് എന്ന വാദത്തിന്റെ പിന്നോടിയായാണ് ശ്രീ എസ് സുരേഷ് അത് പറഞ്ഞത്. ഈ പറഞ്ഞ ശിവപ്രസാദ് SFIക്കാരനല്ലേ? എനിക്കറിയില്ല. അല്ല എങ്കിൽ അങ്ങ് തള്ളി പറഞ്ഞോളൂ. തള്ളി പറയാനുള്ള ഒരു അവസരമായി എടുത്തോളൂ. അതെ, തള്ളി പറയട്ടെ. അല്ലല്ല, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഇവിടെ ഉന്നയിച്ച വാദം ഇത്ര മാത്രമാണ്. എന്താ ഉന്നയിച്ചത്? ശിവപ്രസാദ് എന്ന് പറഞ്ഞ ആള് SFIയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എന്റെ കൂടെ ഇരിക്കുന്ന ആളാണ്. അയാൾ ഉൾപ്പെടെ ഇതിൽ പിടിക്കപ്പെട്ട ആളല്ലേ? പൂർവ്വകാലത്തിൽ എപ്പോഴോ SFIയുടെ പ്രവർത്തകനായി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിൽ എപ്പോഴോ കേട്ടിട്ടുണ്ട്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ പറയാണ്. ശരി, അത് തെറ്റാണ് എന്ന് ശ്രീ സഞ്ജീവ് പറഞ്ഞു വെക്കുകയും ചെയ്തു. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് 10ഓളം അലിഗേഷൻസ് ഇവിടെ പല അലിഗേഷൻസും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സമൂഹത്തിന് മുമ്പിൽ വെറുതെ ഇട്ടിട്ട് അങ്ങ് പോവുകയാണ്. അല്ല, അങ്ങയുടെ അവസരമാണ്, അങ്ങ് തിരുത്തു. ഒന്ന്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോ ഏതോ ഒരു പെൺകുട്ടിയെ ആക്രമിച്ചു. ആ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ സാമൂഹ്യപരമായിട്ടുള്ള സാംസ്കാരിക ശൂന്യമായിട്ടുള്ള ഒരു നിലപാടാണ് ഏറ്റെടുത്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു. എന്താണ് അങ്ങയുടെ കയ്യിലെ തെളിവ്? SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആക്രമിച്ചു എന്നതിന്റെ തെളിവ് എന്താണ് അങ്ങയുടെ കയ്യിലുള്ളത്? ഏത് പെൺകുട്ടി ഏത് ഘട്ടത്തിലാണ് ആക്രമിച്ചത്? എത്ര നിങ്ങൾക്ക് അതിന് മേലെ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു തെളിവിന്റെ അംശം? സഖാവ് A. റഹീം ഒരു വനിതയോട് മോശമായി പെരുമാറി എന്നതിന്റെ പേരിൽ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. എന്താ നിങ്ങളുടെ കയ്യിലെ തെളിവ്? കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൾ പറഞ്ഞത് എന്താ? ആ ടീച്ചറോട് എന്താ തെളിവ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നിങ്ങളിപ്പോ നിങ്ങളുടെ വായിൽ തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു ടീച്ചറോട് നിങ്ങളൊരു അലിഗേഷൻ നടത്തുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോട് ഫോൺ ചെയ്ത് ചോദിച്ചിട്ട് കാര്യം പറ. തെളിവുണ്ടോ? കേരള യൂണിവേഴ്സിറ്റിയിൽ SFIക്കാർ വളഞ്ഞിരുത്തി ഒരു അധ്യാപികയെ പീഡിപ്പിച്ച് അവരുടെ മുടി വലിച്ചൊഴിച്ച് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും അവസരം കൊടുക്കാതെ അവരെ ഘരാവോ ചെയ്യുകയും അവർക്കെതിരെ ആക്രമണം നടത്തുകയും ചെയ്തു. അതിന്റെ പേരിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ നേതാക്കന്മാർ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വരുന്ന പാനലിസ്റ്റുകളോടെല്ലാം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു വിഷയത്തിൽ ഊന്നി നിന്ന് ചർച്ച ചെയ്യുമ്പോൾ പുറമേയുള്ള ആരോപണങ്ങൾ കൂടി ഉന്നയിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ആ വിഷയത്തിൽ ഊന്നി നിന്ന് ചർച്ച ചെയ്യാനുള്ള അവസരവും ആ വിഷയത്തിൽ എന്ത് ചോദ്യങ്ങളാണോ മുന്നോട്ട് വെക്കേണ്ടത് മുന്നോട്ട് വെക്കാൻ കഴിയാതെ പോകുന്ന സമയപ്രശ്നവുമാണ്. ഇത് തുടർച്ചയായി സംഭവിക്കുന്നതാണ് ചർച്ചകളിൽ. ഇതിന് മറുപടി പറയണം. ഈ തെളിവുകളൊക്കെ ഹാജരാക്കണം. സഞ്ജീവ് വഴങ്ങുമെങ്കിൽ SFI സിദ്ധാർത്ഥിന്റെ വീട്ടിന്റെ മുമ്പിൽ ബാനർ വെച്ചിട്ടില്ല. SFI സിദ്ധാർത്ഥിന്റെ വീട്ടിന്റെ മുമ്പിൽ ബാനർ വെച്ചില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എസ് സുരേഷ് നടത്തി.
എസ് സുരേഷിന് വായി തോന്നുന്ന കോതയ്ക്ക് പറ്റാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഒരു മിനിറ്റ് ശ്രീ സഞ്ജീവ്, അതിലൊരു പ്രശ്നമുണ്ട്. ആ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന പ്രതിനിധി തന്നെ ഇവിടെ ചർച്ചയ്ക്ക് വന്നപ്പോ, അല്ല സഞ്ജീവ് ചർച്ചയ്ക്ക് വന്നപ്പോൾ ഞാൻ ആ കാര്യം ചോദിച്ചിരുന്നു. അപ്പൊ സഞ്ജീവ് പറഞ്ഞു SFI വെച്ചിട്ടില്ല, SFIയുടെ പേരിലാണ് ആ ഫ്ലെക്സ് ബോർഡ് വരുന്നത്. അതിനെതിരെ വലിയ വിമർശനം. കൊന്നിട്ടും മതിയായില്ലേ ഈ വിമർശനം? ആര് കൊന്നു? അല്ല SFI തീരുമാനിച്ചു കൊലപ്പെടുത്തി എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? കൊന്നു എന്നതിൽ തർക്കമുണ്ടോ? കാരണം ആ ഫ്ലെക്സ് ബോർഡിൽ കൊലപാതകം എന്നാണ്. ആ ഫ്ലെക്സ് ബോർഡിൽ ഉണ്ടായിരുന്നത് കൊലപാതകം എന്നാണ് ശ്രീ സഞ്ജീവ് അത് വെച്ചത്. അവിടുത്തെ ഫ്ലെക്സ് ബോർഡ് ഉയർന്നതെന്നേ SFIയുടെ പേരിലാണെന്നേ, SFI പ്രവർത്തകരാണെന്നാണ് അവകാശപ്പെടുന്നത്. SFIയുടെ പേരിൽ ഉയരുന്ന എന്തൊക്കെ വ്യാജ പ്രചരണം നടക്കുന്ന നാടാണ്. ഞങ്ങളത് പറഞ്ഞല്ലോ, ഞങ്ങളത് കൃത്യമായി പറഞ്ഞല്ലോ. SFI അത്തരത്തിലുള്ള ഒരു ബോർഡ് വെക്കാനോ ഫ്ലെക്സ് വെക്കാനോ അവിടെ മുതിർന്നിട്ടില്ല. DYFIക്കാർ പോയിട്ടുണ്ടോ? CPMകാർ പോയിട്ടുണ്ടോ? ഞങ്ങൾ അറിവില്ല, എന്റെ അറിവിലില്ല. നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണോ അതോ അവർ വെച്ചിട്ടില്ല എന്നാണോ? നിങ്ങൾ അന്വേഷിച്ചില്ലേ? നിങ്ങൾ അന്വേഷിക്കണ്ടേ? ആ ഘടകങ്ങളോട് നിങ്ങൾ അന്വേഷിക്കണ്ടേ? നിങ്ങളൊക്കെ ഒരു മാതൃസംഘടനയുടെ ഭാഗമല്ലേ? ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അങ്ങനെ മാതൃസംഘടന എന്നോ അല്ലെങ്കിൽ പോഷക സംഘടനയോ എന്നൊന്നും നിലയില്ല. ഞങ്ങളൊരു സ്വതന്ത്ര സംഘടനയാണ്. CPMുമായിട്ട് പുലബന്ധം പോലും ഇല്ല. അത് ഞങ്ങൾ എത്രയോ ആരുമായിട്ട് CPMുമായി ഒരു ബന്ധവുമില്ല. CPM ഉയർത്തിപ്പിടിക്കുന്ന CPM മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ കാര്യപരിപാടി, ആ കാര്യപരിപാടിയും ഞങ്ങളുടെ കാര്യപരിപാടിയും രണ്ടാണ്. അവര് മാർക്സിസം ലെനിനിസം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പദ്ധതിയാണ്. ഞങ്ങൾ സോഷ്യലിസം മുന്നോട്ട് വെക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. അതും ഇതും വ്യത്യസ്ത ഘടകങ്ങളാണെങ്കിലും വ്യത്യസ്ത രൂപത്തിലാണെങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോകുന്ന പ്രയാണത്തിൽ ചില ഒരു അഭിപ്രായങ്ങൾ ഏകീകരിച്ച് വരാറുണ്ട് എന്നല്ലാതെ ഞങ്ങൾക്ക് ഈ തരത്തിലുള്ള ഈ ബന്ധങ്ങളും ഞങ്ങൾ പറയുന്നതൊക്കെ അവർ പറയുന്നതൊക്കെ ഞങ്ങളും ഓൺ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ SFIയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അഭിപ്രായം പറയാൻ വരുന്നുണ്ട്. ഒന്ന് വിലക്കിയേക്കട്ടെ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് AKG സെന്ററിലേക്ക്. ഞങ്ങളൊരു സ്വതന്ത്ര സംഘടനയാണ്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാകില്ല. ഞങ്ങളുടെ സംഘടനയുടെ ഉള്ളിൽ ചർച്ച ചെയ്തോളാം. ശരി, ഞങ്ങളുടെ സംഘടനയുടെ ഉള്ളിൽ ചർച്ച ചെയ്തോളാം. നിങ്ങളുടെ സംഘടനയുടെ ഉള്ളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടന, നിങ്ങൾ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമായ ജനങ്ങൾക്ക് നിങ്ങളുടെ ഈ കാര്യപരിപാടിയൊക്കെ അംഗീകരിച്ച് വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറുന്ന ജനങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇനിയിപ്പോ നാളെ SFI ഒരു സ്വതന്ത്ര പ്രസ്ഥാനമാണ്, ഞങ്ങൾക്ക് CPMുമായി ബന്ധമില്ല എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ പറയുന്ന CPMകാർ ഈ അഭിപ്രായം പറയാൻ വരുമ്പോ എന്ത് ബന്ധത്തിന്റെ പേരിലാണാവോ എന്നൊരു സ്വാഭാവിക സംശയം ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ, അഭിപ്രായം ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? സംഘടനയല്ലേ? പറഞ്ഞാൽ ഞങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടാവും. ഒരു ബന്ധവുമില്ല SFIയും CPMും തമ്മിൽ. അഭിപ്രായത്തിൽ വിയോജിപ്പുണ്ടെങ്കിൽ പറയും. അല്ല, ഞാൻ ചോദിച്ചിരുന്നു അങ്ങ് കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വന്നപ്പം അനുചിതമാണോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ അങ്ങ് പറഞ്ഞില്ല. സഖാവ് MV ഗോവിന്ദൻ മാഷിന്റെ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പറയും. അങ്ങനെ വിയോജിച്ച ഒരു അവസരം കഴിഞ്ഞ ഒരു 8 വർഷത്തിനിടയ്ക്ക് പറയാമോ? ഇപ്പൊ ഇല്ലാന്നേ, ഉണ്ടെങ്കിൽ പറയാം. ശരി, ഓക്കെ.